സത്യപ്രതിജ്ഞ വേദിയിലേക്ക് തന്നെ പോകുന്നു. രാജ്ഭവനിൽ പ്രശാന്ത് കൃഷ്ണ തുടരുന്നുണ്ട്. പ്രശാന്ത്, സത്യപ്രതിജ്ഞയുടെ ഒരുക്കങ്ങൾ ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് ആണല്ലോ. ഇനി കേവലം കഷ്ടിച്ച് 3/4 മണിക്കൂറോളമേ ഉള്ളൂ. ഏതൊക്കെ പ്രമുഖരായ വ്യക്തികൾ വേദിയിൽ എത്തിയിട്ടുണ്ട്? വിവരങ്ങൾ. പ്രജീഷ്, ഒരു സിനിമാ നടൻ ഇന്നിപ്പോൾ മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നതിൻ്റെ കൗതുകവും പ്രാധാന്യവും എല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സീരിയൽ രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇവിടെ ഇന്നിപ്പോൾ സന്നിഹിതരായിട്ടുണ്ട്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ ഇവിടെയുണ്ട്. കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിയായി സത്യപ്രതിജ്ഞ. സിനിമാ ലോകം എത്രത്തോളം പ്രതീക്ഷയിലാണ്? സിനിമാ ലോകവും എന്നെപ്പോലുള്ള ഏറ്റവും അടുത്ത ആൾക്കാരും ഭയങ്കര വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കാര്യം മുൻകാലങ്ങളിലെല്ലാം അദ്ദേഹം സമൂഹത്തിനോട് കാണിച്ച ഒരു സ്നേഹം വീണ്ടും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. കാര്യം നമ്മൾ അത്രമാത്രം നമുക്ക് വിശ്വാസമുള്ള സ്നേഹമുള്ള ആളാണ് ഗണേഷ് കുമാർ. ഇത് 3-ാം തവണയാണ് ഗണേഷ് കുമാർ മന്ത്രിയാവുന്നത്. 2001-ലും പിന്നെ UDF സർക്കാരിൻ്റെ കാലത്തെല്ലാം. അതിൽ ഒരു തവണ മാത്രമാണ് സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹത്തിന് സിനിമാ വകുപ്പ് കിട്ടണം എന്നൊക്കെയുള്ള താല്പര്യവും എല്ലാം തന്നെ സിനിമാ മേഖലയിൽ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ്. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിയായ ആഗ്രഹമുണ്ട് സിനിമാ വകുപ്പ് കിട്ടുകയാണെങ്കിലെന്ന്. കാര്യം സിനിമയ്ക്ക് വളരെ പ്രചോദനമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായി ഉണ്ടാകും എന്ന് ഉള്ളൊരു വിശ്വാസമുണ്ട്, ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിയില്ല, നമുക്ക് പറയാനാണ്. ഒരു ഗണേഷ് കുമാർ സിനിമാ രംഗത്ത് നിൽക്കുമ്പോഴും MLA നിൽക്കുമ്പോഴെല്ലാം തന്നെ സിനിമാ രംഗത്ത് സജീവമാണ്. മന്ത്രിയായിരുന്നപ്പോഴും അന്നത്തെ മുഖ്യമന്ത്രിയുടെ എല്ലാം അനുമതി വാങ്ങിയത് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഒരു സിനിമാ നടനെ നഷ്ടമാകുമോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സിനിമാ മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് വന്ന സിനിമ നേരെന്ന് പറഞ്ഞ സിനിമയിൽ വളരെ മനോഹരമായൊരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കുടുംബപരമായ ബന്ധമുള്ള ഒരു ഫാമിലിയിൽപ്പെട്ട മെമ്പേഴ്സാണ് ഞങ്ങളൊക്കെ. മോഹൻലാൽ സാറും നമ്മളും എല്ലാവരും അത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും അതെ, ഞങ്ങളെയും വലിയ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും സിനിമയിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ തന്നെ ഉണ്ടാകും ഗണേശ് ചേട്ടൻ. താങ്ക് യു. സിനിമാ രംഗത്ത് അദ്ദേഹം സജീവമായി തന്നെ നിൽക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് സിനിമാ രംഗത്തുള്ളവർ പ്രകടിപ്പിക്കുന്നത്. പിന്നെ പ്രധാനമായും കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം മുൻപ് മന്ത്രിയായിരുന്ന സമയത്തും ഇതുപോലെ സിനിമാ രംഗത്ത് അദ്ദേഹത്തിന് നിൽക്കാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാലും സിനിമാ രംഗത്ത് സജീവമായി നിൽക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ പേർ ഇവിടെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ, ഇടതുമുന്നണി കൺവീനർ, മറ്റ് പ്രമുഖ നേതാക്കളെല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 തലത്തിലായിട്ടാണ് സത്യപ്രതിജ്ഞ വേദിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് VIP അടക്കമുള്ളവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു മേഖല. പിന്നീട് പാർട്ടി പ്രവർത്തകർ, അതായത് കേരള കോൺഗ്രസ് B-യുടെയും കോൺഗ്രസ് S-ൻ്റെയും എല്ലാം ഈ ജനപ്രതിനിധികളും പിന്നെ പാർട്ടി പ്രവർത്തകരടക്കമുള്ളവർ, ഇവിടെ കുടുംബാംഗങ്ങളടക്കമുള്ളവർ കാണാനായി ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാനായി ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 4 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഇവിടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും. കാരണം 2 മന്ത്രിമാർ മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട്, അതുകൊണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയാകും. ഇപ്പോൾ മന്ത്രിമാർ ഓരോരുത്തരായി ഇവിടെ സത്യപ്രതിജ്ഞ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം മുഖ്യമന്ത്രിയും ഗവർണറെല്ലാം ഇനി വേദിയിലേക്ക് എത്തിച്ചേരുകയുള്ളൂ.